ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ പറയാറുള്ള പോലെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ളത്. അത് ഞാൻ പറയും. അതായത് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഡാഡി മിലിറ്ററിയിലായിരുന്നു, ഫോഴ്സിലായിരുന്നു, കഴിക്കുമായിരുന്നു. പക്ഷെ എൻ്റെ ഡാഡി കഴിക്കുന്നത് ഒരാൾക്ക് പോലും ശല്യം ചെയ്യില്ലായിരുന്നു. ഡാഡി കഴിക്കുന്നത്, അതായത് ഡ്രിങ്ക്സ് കഴിക്കുന്നത് ഞങ്ങൾ പോലും അറിയില്ല. ഒരാൾക്ക് ശല്യമില്ല, ഒരാളെയും കമ്പനി കൂടി കഴിക്കില്ല, ഒന്നും ചെയ്യില്ല. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഡാഡി എല്ലാവരും ഈ ഹിന്ദി ഫിലിംസൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പുറത്തായിരുന്നു. അപ്പോൾ അതിലെ പാർട്ടി ഇതൊക്കെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരെ കമ്പനി കൂട്ടാത്തത്? അവരൊക്കെ അങ്ങനെയല്ല. അപ്പം നമുക്ക് എന്താണ്, ആ ഫ്രണ്ട്സ് വരും, അവർ വരുമ്പോൾ നമുക്ക് കളിക്കാം. ഞാൻ കുട്ടിയാണല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് എന്നും ചോദിക്കും. ഞാൻ പറഞ്ഞ പോലെ പ്രപഞ്ചത്തിന് വലുതോ ചെറുതോ എന്നൊന്നുമില്ല. മനസ്സിലായോ? നമ്മൾ എന്ത് ചോദിക്കുന്നു നമുക്ക് തരുമെന്നുള്ളതാണ്. നമുക്കൊക്കെ പല പ്രാവശ്യം തോന്നിക്കാണും, ഞാനൊന്നും ആരോടും ചെയ്തില്ലല്ലോ, പിന്നെ എന്താ എനിക്ക് ഇങ്ങനെയെന്ന് തോന്നിക്കാണും. നമുക്കത് പ്രായമായി പക്വതയൊക്കെ വരുന്ന സമയത്താവും നമുക്ക് തോന്നും. അപ്പം അങ്ങനെ അതേപോലെ ഞാൻ കുട്ടിക്കാലത്ത് എന്നും ചോദിക്കും, ഡാഡി ആരുടെ അതിലേക്കും പോവില്ല, ഇങ്ങോട്ട് വിളിക്കില്ല. അങ്ങനെ വലുത് കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. വീട്ടിൽ വിളിക്കുന്ന അതുകൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്യും. അതുപോലെ സമയത്തിന് വരില്ല, ലേറ്റാവും. ഞാൻ ആ കുട്ടിക്കാലത്ത് ചോദിച്ചതാണല്ലോ. അപ്പോൾ എനിക്കതന്ന് മനസ്സിലായില്ല. നീ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഒരു കുറച്ച് കാലയളവിലാണ് അത് ഞങ്ങളെ എന്നെ മനസ്സിലാക്കി തന്നത് ഞാൻ ചേർന്ന ഈ ഒരു മെഡിറ്റേഷൻ. അപ്പോൾ എനിക്ക് അതൊന്ന് ക്ലെൻസ് ചെയ്യണം, അല്ലെന്ന് വെച്ചാൽ അതെനിക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പം അത് ക്ലെൻസ് ചെയ്ത് ഞാൻ മാറണം, അല്ലേ? എനിക്കവിടെ ലാലേട്ടൻ പറഞ്ഞ പോലെ നിങ്ങളുടെ പഴയ തോട്ട് പ്രോസസ്സ് മാറ്റി അവിടെ പുതിയ തോട്ട് പ്രോസസ്സ് കൊടുക്കും, പോസിറ്റീവായത് കൊടുക്കും. അതെങ്ങനെ കൊടുക്കും? എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇന്നും ഇതന്നെയാണ് ചിന്തിക്കുന്ന. ആൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കഴിക്കാൻ പോകും, ലേറ്റായിട്ടേ വരുള്ളൂ, എൻ്റെ ഓർക്കം ഡിസ്റ്റർബ് ആവുന്നു ബിക്കോസ് നൈറ്റ് വരുമ്പോൾ. ആൾ അത് തന്നെയായിരുന്നു നിരന്തരം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത് മാറ്റാൻ എന്നെ സഹായിച്ചത് ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ ഗ്രൂപ്പാണ്. അതിന് മെഡിറ്റേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ. 8 വയസ്സ് മുതലാണ് ഒരു കുട്ടി സ്വയമായിട്ട് ചിന്തിച്ചും ഇഷ്ടങ്ങളും പറഞ്ഞു തുടങ്ങുന്നത്. അന്ന് മുതൽ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയത്. ഇപ്പം അത് മാറി. അവിടെ ഞാൻ പുതിയത്, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിന് ഞാൻ പുതിയ തോട്ട് കൊടുത്തു. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മാറി. അപ്പം നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കുട്ടിക്കാലത്തൊക്കെ പലതും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കുക നമ്മൾ ഏതോ ജന്മത്തിൽ ചെയ്തതായിരിക്കും, അതാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത്. അല്ല, നമ്മൾ തന്നെ അറിഞ്ഞോ അറിയാതെയോ അതിനെ എൻകറേജ് ചെയ്തതും എൻ്റർടൈൻമെൻറ്റ് ചെയ്തതും നമ്മൾ ചോദിച്ചതും ആയിരിക്കാം. അതാണ് അതിൻ്റെ സമയമാകുമ്പോൾ നമുക്കത് കിട്ടുന്നത്. ഓക്കെ, അതേപോലെ നല്ലത് വിചാരിച്ചത് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ വിചാരിച്ചതായിരുന്നു. ഞാൻ വെറുതെ തമാശയ്ക്ക് പറയുന്നൊരു കാര്യമായിരുന്നു. എനിക്ക് ട്വിൻസാണ് വേണ്ടത്. ചുമ്മാ അത് വെറുതെ പറയും, ട്വിൻസാണ്. അപ്പോൾ ടീച്ചേഴ്സ്മാരെ പറ്റിക്കുക അങ്ങനെ. അതായത് ഞാൻ പറയുമായിരുന്നു, അയ്യോ അമ്മ, നിങ്ങൾക്ക് രണ്ടുപേരും ഒരേപോലെ രണ്ടാളെ പ്രസവിച്ചായിരുന്നെങ്കിൽ എനിക്കൊരു ദിവസം പറ്റിയില്ലെങ്കിൽ അവളെ പറഞ്ഞു വിടാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും അത് തന്നെയാണ്. എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ ട്വിൻസ് ഉണ്ടായത്, അത് പെൺകുട്ടികൾ തന്നെ. അത് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഞാൻ ഫീഡ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ഉണ്ടാവുമായിരിക്കും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നല്ലതൊക്കെ സംഭവിച്ചതൊക്കെ നല്ലതിന്, അതിനൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അപ്പം അങ്ങനെ നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ചേഞ്ച്, അതായത് ചേഞ്ച് ആവണം. എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തൊരു മെൻറ്ററാണ്. അപ്പോൾ അങ്ങനെ അത് ചേഞ്ച് ആവണം എന്നുള്ള ആവശ്യമുള്ളവർ, ഇപ്പം അതിപ്പോൾ ഒരു വിഷമത്തിൻ്റെ ആവും, ഫാമിലി എന്തെന്നെ ആയിക്കോട്ടെ, അത് ആത്മാർത്ഥമായിട്ട് ചേഞ്ച് ആവണമെന്ന് ആഗ്രഹിക്കുന്നവർ കമൻറ്റ് ചെയ്യും.